വികസന ചെങ്കൊടി വീണ്ടും ഉയർത്താം, പുതിയൊരു ദിനമുണരാം. ഇനി കേരള മണ്ണിലെ നെഞ്ചിലിരിക്കും കൊടിയുടെ കഥ എഴുതാം. ഇനി വിളയണം 100 മേനി, അതിനായി നമ്മൾ അണിചേരാം. ഈ വീരത ചമ്മതിൽ കീഴേ വീണ്ടും ലാൽ സലാം പാടാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40-ാംകുളമാണ്. ഞാനിപ്പോൾ നമ്മളുടെ പഞ്ചായത്തിലാണ് കേട്ടോ. ഇന്ന് നമ്മളുടെ വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളുടെ സ്ഥാനാർത്ഥികൾ എല്ലാവർക്കും ഇന്ന് ഇവിടെ സത്യപ്രതിജ്ഞയാണ്. അപ്പോൾ ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വന്ന ജനക്കൂട്ടമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. അപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇതിൽ കാണുന്നത്. വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വിനോജ് കുര്യൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായി വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാസവും കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടുകൂടി എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബി മനോജ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാസങ്ങൾ കൂടാതെ മമതയോ വിദ്വേഷവും കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു. വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജെയിംസ് മണിപുരക്കൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും യഥാവിധിയായി വിശ്വാസത്തോടെ എന്റെ പരമാവധി കഴിയും പ്രയോജനപ്പെടുത്തി നിർമ്മിക്കുമെന്ന് ഈശ്വരനാമത്തിൽ വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജി സൂരജ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരൻ. വയലാർ പുന്നപ്രയിലും പലയിട നെഞ്ചിലും അവർ പണ്ടേ കമ്മ്യൂണിസം അത് ചോരയിലായി ഇതിഹാസം തീർത്തൊരു പ്രസ്ഥാനം. ചെടുതിയിൽ അഴിമതിമായാൻ അതിനിടതിന് പക്ഷം ചേരാൻ സമരമുഖത്തെ സടകുടയുന്നൊരു ധ്വനിയല്ലേ LDF. ഇനി നല്ല നാളുകൾ കണ്ടുണരാൻ കൈകൾ കോർത്തിടാൻ വിപ്ലവമായി തീർന്നിടാൻ. വികസന ചെങ്കൊടി വീണ്ടും ഉയർത്താം, പുതിയൊരു ദിനമുണരാം. ഇനി കേരള മണ്ണിലെ നെഞ്ചിലിരിക്കും കൊടിയുടെ കഥ എഴുതാം. വികസന ചെങ്കൊടി വീണ്ടും ഉയർത്താം.
പുതിയൊരു ദിനമുണരാം. ഇനി കേരള മണ്ണിലെ നെഞ്ചിലിരിക്കും കുടിയുടെ കഥ എഴുതാം. അപ്പോ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം.